ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. രാഘവൻ നായരുടെ പേരിലുള്ള ഈ വീടും സ്ഥലവും ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ജപ്തി ചെയ്ത് സീല് വെച്ച് റവന്യൂ വകുപ്പിന്റെ സംരക്ഷണയിൽ സർക്കാരിലേക്ക് കണ്ടുകെട്ടിയതായി പ്രഖ്യാപിക്കുന്നു. ഞാൻ കുറെ സമാധാനിപ്പിക്കാൻ നോക്കിയതാ, പിന്നെ അങ്ങ് നിർത്തി. അല്ലെങ്കിൽ പിന്നെ എന്റെ കൂടെ കലയിക്കാൻ നോക്കും. ഞാൻ ഒരാള് കടിച്ചു പിടിച്ചങ്ങിരിക്കുക, ഇപ്പോഴും ഇരിക്കുക. സങ്കടമൊക്കെ ഉണ്ടടാ, പക്ഷേ കരയാനൊരു മടി. നമ്മളിപ്പം ഇത് കുറെ ദിവസമായിട്ട് പ്രതീക്ഷിക്കുന്ന ചടങ്ങല്ലേ, മനസ്സിനെ പറഞ്ഞ് പദം വരുത്തിയിരിക്കുക. അച്ഛനെ പറയുന്നില്ല, എന്റെ നെഞ്ചിലേക്ക് വന്ന് തറയ്ക്കുന്നേ. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോ. കിട്ടി സത്യമേ. ഇപ്പോഴാ സമാധാനായത്. എന്നുവെച്ച് നമ്മളങ്ങനെ തോറ്റുകൊടുക്കൊന്നുമില്ല. ഇത്രയില്ലെങ്കിലും ഇതിന്റെ ഒപ്പം വരാവുന്ന വീട് തന്നെ നമ്മൾ എടുക്കും. അതെ, വീടടച്ച് സീൽ ചെയ്യാൻ പോവാ. ഈ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് ജഡ്ജി ഒരു ചോദ്യം ചോദിക്കും, അവസാനം ആഗ്രഹം എന്താന്ന്. അതുപോലെ അങ്ങ് ചോദിക്കുവാണേ. കുറെ ഉണ്ടുറങ്ങിയ വീടല്ലേ, ഒന്നുകൂടി കയറി കാണണമെന്നോ അല്ലെ തൂണിലും തുരുമ്പിലും ഒക്കെ പിടിച്ച് കരയണമെന്നോ അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിലേ ഒരു 5 മിനിറ്റ് സമയം തരാം. അതെ, അതിനുള്ളിൽ കരഞ്ഞങ്ങ് തീർത്തോണം. പിന്നെ ഈ അടച്ചുപൂട്ടി സീൽ ചെയ്യുന്ന ഒരു മഹത്തായ ഒരു ചടങ്ങാണ്. അതാണ് ഈ വീടിന്റെ ഒരു ക്ലൈമാക്സ്. ചന്ദ്രബോസേ, ചത്താലും തീരില്ലടാ നിന്റെ ഈ തരം താഴ്ന്ന സ്വഭാവം. ഒരു കുടുംബ പെരുവഴിയിൽ ഇറങ്ങി നിൽക്കുന്ന മാനസികമായിട്ട് മുറിവേറ്റ് നിൽക്കുന്നവരുടെ മുറിവില് വീണ്ടും വീണ്ടും കുത്തി നോവിക്ക. ഇതിൽ നിന്ന് എന്തു സുഖമാടാ നിനക്ക് കിട്ടുന്നേ? ഇതെന്റെ ഒരു വാശിയാടാ. നിന്നെയും കുടുംബത്തെ ഇതുപോലെ ഈ വീട്ടിൽ നിന്ന് ഇറക്കാന്നുള്ളത് ഞാൻ എന്റെ സുസ്ഥത കൊടുത്ത വാക്കടാ. അതാടാ ഞാൻ പാലിക്കുന്നേ. പക്ഷേ ഈ രാത്രി കൊണ്ടൊന്നും ലോകം അവസാനിക്കില്ലല്ലോ ബോസേ. ഓ, ഇപ്പൊ പന്ത് നിന്റെ കോർട്ടിലായിരിക്കും, നീ ഗോളും അടിക്കും. പക്ഷേ തിരിച്ചെണ്ണം പറഞ്ഞ് നിന്നെ കൊണ്ട് പറയിച്ച് തിരിച്ചടിക്കും വിഷ്ണു. ഇത് നീ മനസ്സിൽ കുറിച്ചിട്ടോ. എടാ കൊച്ചനെ, ഇനി ഇതിനൊന്നും നിനക്ക് നേരം കാണുന്നില്ലടാ. നീ ഇതുവരെ പഠിച്ചതൊന്നും അല്ല ജീവിതം. നീ ഇനി പഠിക്കാൻ പോകുന്നതാണ് യഥാർത്ഥ ജീവിതം. എടാ വിഷ്ണു, നീ ഇത്രയും നാൾ ഈ അമ്മ മകനായിട്ട് കാള കളിച്ച് കിടന്നപ്പോ ഒരു വലിയ കുടുംബത്തിന്റെ ഭാരം പെട്ടെന്ന് തലയിലേക്ക് കയറുമെന്ന് നീ ഓർത്തില്ലല്ലേ?
നിനക്കിനി നല്ല സമയടാ. വാടക വീട് കണ്ടുപിടിക്കണം, അച്ഛന്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കണം, പിന്നെ നിന്റെ കുത്തുകൊണ്ട് നടക്കുന്ന ഭാര്യയുടെ വിശേഷങ്ങൾ തിരക്കണം, അവിടെ ചെലവിന് കൊടുക്കണം, ഇവിടെ ചെലവിനുള്ള വക ഉണ്ടാക്കണം. അങ്ങനെ മൊത്തം തലയ്ക്ക് വട്ടുകയറി കിടക്കുന്ന നിനക്ക് പിന്നെ എപ്പോഴാണ് എന്നോട് പ്രതികാരം വീട്ടാൻ സമയം? നീ പെട്ടു. അതെ, നിന്നെ ഞങ്ങളങ്ങ് പെടുത്തി. എടാ, 10 രൂപയ്ക്ക് നീ തേണ്ടുന്നത് എന്റെ കൺമുന്നിൽ കാണുകയും കൂടി ചെയ്താ എന്റെ ജന്മസഫലമായി നീ അടിവരയിട്ട് പറയൂടാ. നിന്റെ ജന്മം സഫലമായെന്ന് നീ മാത്രമേ പറയൂ. കാരണം നിന്നെ ജനിപ്പിച്ചു പോയതിന്റെ പേരിൽ ശപിക്കുന്നൊരു അച്ഛനും അമ്മയും എനിക്കിപ്പോ എന്റെ മുന്നിൽ കാണാം. ആ ഒരു അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാം. അതിനിടയ്ക്ക് നിനക്ക് ചെയ്യാവുന്ന ക്രൂരതകൾ മുഴുവൻ നീ ചെയ്യേ. അതുവരെ സഹിക്കാൻ ഞാൻ തയ്യാറാ. രാഘവൻ നായരുടെ പേരിലുള്ള ഈ വീടും സ്ഥലവും ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ജപ്തി ചെയ്ത് സീല് വെച്ച് റവന്യൂ വകുപ്പിന്റെ സംരക്ഷണയിൽ സർക്കാരിലേക്ക് കണ്ടുകെട്ടിയതായി പ്രഖ്യാപിക്കുന്നു. അനധികൃതമായി ഇനി ഈ കോമ്പൗണ്ടിൽ പ്രവേശിക്കുന്നതും വൃക്ഷങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും കേടുപാടുകൾ വരുത്തുകയോ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്താൽ വേണ്ട നടപടികൾ എടുക്കുമെന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. വരൂ. ഇനിയപ്പോ നമുക്ക് ഈ മണ്ണിനിക്കാൻ പോലും സ്ഥാനമില്ലല്ലേ?